10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി എന്ത് കോഴ്സ് പഠിക്കണം? കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, അല്ല ഹ്യൂമാനിറ്റീസ് എടുക്കണോ? ഇങ്ങനെ പലരും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലരും ഇപ്പോൾ പെട്ടെന്നുള്ള ആക്സസ് ഉണ്ടായതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ എന്നുള്ളത് ഡൗട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാം. പലരും എടുത്തു ചാടുന്നത് വെച്ചാൽ, ഒന്ന് അയൽവാസികൾ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് ഇന്ന കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നു, അതുകൊണ്ട് ഞാനും കൊമേഴ്സിന് പോകുന്നു. ഇതിലുള്ള നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് എടുത്തു അല്ലെങ്കിൽ സയൻസ് എടുത്തു, ഹ്യൂമാനിറ്റീസ് എടുത്തു, ഇതിലേതൊക്കെ ഒരു ഓപ്ഷൻ എടുത്തു എന്നിരിക്കുക, അറിയാണ്ട് എടുത്തു പോയതാണ്. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ നിങ്ങൾക്ക് എക്സാം എഴുതണം, അല്ലെങ്കിൽ MBBS നീറ്റോ കാര്യങ്ങളൊക്കെ, നീറ്റ് എക്സാമൊക്കെ നിങ്ങൾക്ക് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ മേഖലയിൽ നിങ്ങൾക്ക് എക്സാം എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധ്യമാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏരിയ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫോക്കസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ +2 ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കരിയർ കൗൺസിലർമാരെയോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, നിങ്ങൾക്ക് ഇന്ന ഫീൽഡിലേക്ക് പോകാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്ന കോഴ്സിലേക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടും എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർവകലാശാല, അതുപോലെ തന്നെ പ്രീമിയം കോളേജുകളും കാര്യങ്ങളൊക്കെ, എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് +1 +2 ഇന്ന കോഴ്സ് പഠിച്ചിരിക്കണം, ഇത്ര % മാർക്ക് വാങ്ങിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങളെ ഓരോ മക്കളെയും അല്ലെങ്കിൽ നിങ്ങളെയും ഇവിടെ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഫ്രണ്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ അയൽവാസി പോകുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ പോകുന്നുണ്ട് നോക്കിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളും കൂടി ഓർമ്മിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറയുന്നത്, പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഞാൻ +2 ഇന്നത് എടുത്തിട്ടുള്ളത്, പക്ഷേ എനിക്ക് +2 ശേഷം ഇന്ന കോഴ്സ് പോകണം, പക്ഷേ അതിന് സാധിക്കുന്നില്ല, വീണ്ടും ഇത് പഠിക്കണോ, അല്ലെങ്കിൽ വീണ്ടും 2 ഇയർ വെറുതെ കളയണോ, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നോക്കണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങൾക്കറിയുന്ന അധ്യാപകരൊക്കെ കൃത്യമായിട്ട് അവർ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരാം.